മൂന്നാറിലെ ഓരോ വിനോദസഞ്ചാര സീസൺ കടന്നു പോകുമ്പോഴും ഉയരുന്ന പരാതിയാണ് ഗതാഗതക്കുരുക്ക്. ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥയും പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും എന്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ അധികമായി എത്തിത്തുടങ്ങിയതോടെ പതിവ് പോലെ ഇത്തവണയും മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. ആനച്ചാൽ 2-ാം മൈൽ റോഡിലും 2-ാം മൈൽ മൂന്നാർ റോഡിലും തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്കിന് കുറവൊന്നുമില്ല. മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ ടൗണിലും സ്ഥിതി സമാനം തന്നെ. റോഡിൽ വാഹനങ്ങൾ കുരുങ്ങുന്നതോടെ വിനോദസഞ്ചാരികളുടെ യാത്ര തന്നെ ദുരിതത്തിലാകും. പലരും കാഴ്ചകൾ പാതി വഴിയിൽ മതിയാക്കി മടങ്ങുന്നവരുമുണ്ട്. நல்லா இருக்கு கிளைமேட் எல்லாம். ஆனால் ஒரே இஷ்யூ என்னன்னு கேட்டிங்கன்னா, இங்கே டிராஃபிக் அதிகமாகிடுச்சுன்னா பார்க்கிங் பிரச்சனை ஒன்று இருக்குது. அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் ஏதாவது ஃபெசிலிட்டி பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும். மற்றபடி நல்லா இருக்குது. அந்த பீஸ்ஃபுல்லாகவும் கிளைமேட் நல்லா இருக்குது, ப்ளசண்ட்டாக இருக்குது. மற்றபடி எந்த பிரச்சனையும் இல்லை. இந்த ஒரே ஒரு இஷ்யூ பார்க்கிங் இஷ்யூ மட்டும்தான். அது மட்டும் கொஞ்சம் கிளியர் பண்ணி கொடுத்துட்டாங்கன்னா, ப்ளஸ் அந்த போலீஸ்லாம் வந்து கொஞ்சம் இருக்கணும். அங்கங்கே வந்து பார்க்கிங் ஆகும்போது கொஞ்சம் ക്ലിയർ பண்ணி വിടുறதுக்கு வந்து പോലീസ് ഇല്ല. അത് மட்டும் நீங்கள் கொஞ்சம் பண்ணி കൊടുത്താൽ കറക്റ്റാണ്. വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടെ നിന്ന് ആനച്ചാലിൽ നിന്ന് മുകളിലോട്ട് കയറി വന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു അരമണിക്കൂർ ട്രാഫിക് കിടന്നു. നല്ല രീതിയിൽ നല്ല ബ്ലോക്കുണ്ട് ഇവിടുത്തെ. ഇത് ഈ മാട്ടുപ്പെട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം. മാട്ടുപ്പെട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ഏകദേശം 3 മണിക്കൂറോളം മൂന്നാർ ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് പെട്ട് കിടന്നു. ശരിക്കും മൂന്നാർ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാർ എന്തുകൊണ്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഒരു പ്ലേസാണ്. കാരണം ക്ലൈമറ്റ് വളരെ നല്ലതാണ്. നല്ല ഒത്തിരി തേയിലത്തോട്ടങ്ങളുണ്ട്. ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു മൂന്നാറിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും എന്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്ന ചോദ്യം പ്രദേശവാസികളും വിനോദസഞ്ചാരികളും മുമ്പോട്ട് വയ്ക്കുന്നു. റോഡുകളുടെ വീതിക്കുറവാണ് ഗതാഗതക്കുരുക്കിന്റെ ഒന്നാമത്തെ കാരണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മതിയാംവിധം പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ചിലയിടങ്ങളിൽ റോഡുകളുടെ ശോചനീയാവസ്ഥയും തിരക്കുള്ള സമയങ്ങളിലെ തോന്നുംപടിയുള്ള വാഹന പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്നു. സീസൺ ആരംഭിക്കും മുമ്പേ എടുക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന വിമുഖതയും പ്രശ്നത്തിന് കാരണമാകുന്നു. ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ വളറ മുതൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. പ്രശ്നപരിഹാരമെന്ന് ബന്ധപ്പെട്ടവർ വെറുതെ പറഞ്ഞു പോകാതെ ശാശ്വതമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.